ഛത്തീസ്ഗഡിലെ അംബികാപൂർ കാർമൽ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ സംഭവത്തിൽ മലയാളി കന്യാസ്ത്രീയെ റിമാൻഡ് ചെയ്ത നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം. സിസ്റ്റർ മേഴ്സിയാണ് റിമാൻഡിലായത്. കുട്ടിയുടെ മരണത്തിൽ സിസ്റ്ററിന് യാതൊരു പങ്കുമില്ലെന്ന് സ്കൂൾ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും യുവമോർച്ചയുടെ നേതൃത്വത്തിൽ സ്കൂളിന് മുന്നിൽ കനത്ത പ്രതിഷേധം നടന്നിരുന്നു. ഏതാനും ചിലർ ഗേറ്റിന് മുന്നിൽ ടയറിന് തീയിട്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. കഴിഞ്ഞ ബുധനാഴ്ച 3 വിദ്യാർത്ഥിനികൾ ഒന്നിച്ച് ഒരു ടോയ്ലറ്റിൽ പോയതായിരുന്നു സംഭവത്തിന് തുടക്കം. കുറേ സമയത്തിന് ശേഷമാണ് ഈ കുട്ടികൾ പുറത്തു വന്നത്. ഈ വിവരം ഒരു വിദ്യാർത്ഥിനി സിസ്റ്റർ മേഴ്സിയെ അറിയിച്ചു. ഇവർ ഇറങ്ങി വരുന്നതുവരെ സിസ്റ്റർ ടോയ്ലറ്റിന് പുറത്ത് കാത്തു നിൽക്കുകയും കുട്ടികൾ പുറത്തിറങ്ങിയപ്പോൾ എന്തിനാണ് 3 പേർ ഒരുമിച്ച് ഒരു ടോയ്ലറ്റിൽ പോയതെന്ന് ചോദിക്കുകയും ചെയ്തു. അവരിൽ നിന്ന് ID കാർഡ് വാങ്ങിയ സിസ്റ്റർ അവരോട് അടുത്ത ദിവസം രക്ഷിതാക്കളെ വിളിച്ചു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിന് പിന്നാലെ കുട്ടികളിൽ ഒരാൾ ജീവനൊടുക്കുകയായിരുന്നു. കർക്കശമായ നിയന്ത്രണത്തോടെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഈ സ്കൂൾ ഉയർന്ന വിദ്യാഭ്യാസ നിലവാരം പുലർത്തുന്നുണ്ട്. ഇത്തരം സ്കൂളുകൾ പൂട്ടിക്കെട്ടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ നടപടികളെന്നാണ് ഇവിടെയുള്ള ക്രൈസ്തവർ പറയുന്നത്.